ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ തേർഡ് മോഡ്യൂളാണ് പഠിച്ചുകൊണ്ടിരുന്നത്. റിക്വയർമെന്റ് എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞ് വരുന്ന രണ്ടാമത്തെ ടോപ്പിക്കാണ് ബിൽഡിംഗ് ദ റിക്വയർമെന്റ് മോഡൽ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇതിനു മുമ്പ് പഠിച്ച പല പ്രോസസ് മോഡൽസ് ഉണ്ട്. അപ്പം അതുപോലെ തന്നെ ഈ റിക്വയർമെന്റ്സുകൾ കളക്ട് ചെയ്യുന്നതിനനുസരിച്ച് അവയെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റിക്വയർമെന്റ് മോഡൽസ് യൂസ് ചെയ്യാറുണ്ട്. അപ്പം അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഇതിനകത്ത് പറയുന്നത്, ബിൽഡിംഗ് ദ റിക്വയർമെന്റ്സ് മോഡൽ എന്നുള്ളത്. അതിനകത്തൊരു മെയിൻ ആയിട്ടും രണ്ട് സബ് ടോപ്പിക്കുകളാണ് വരുന്നത്. എലമെന്റ്സ് ഓഫ് ദ റിക്വയർമെന്റ് മോഡലും അതുപോലെ തന്നെ അനാലിസിസ് പാറ്റേണും. പേജ് നമ്പർ 138 ടെക്സ്റ്റ് ബുക്കിനകത്ത്. ബിൽഡിംഗ് ദ റിക്വയർമെന്റ്സ് മോഡൽ. അപ്പൊ ഇവിടെ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. യൂസറിൽ നിന്നും കളക്ട് ചെയ്യുന്ന റിക്വയർമെന്റ്സിനെ അനാലിസിസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നൊരു മോഡലാണ് റിക്വയർമെന്റ് മോഡൽ എന്ന് പറയുന്നത്. ഇനി അതിനകത്ത് ഫസ്റ്റ് സബ് ടോപ്പിക് ആണ് എലമെന്റ്സ് ഓഫ് ദ റിക്വയർമെന്റ് മോഡൽ എന്ന് പറയുന്നത്. ഡിഫറെന്റ് മോഡ്സ് ഓഫ് റെപ്രസെന്റേഷൻ ഫോഴ്സ് യു ടു കൺസിഡർ റിക്വയർമെന്റ്സ് ഫ്രം ഡിഫറെന്റ് വ്യൂ പോയിന്റ്സ്. An approach that has a higher probability of uncovering omissions, inconsistencies and ambiguity. അതായത് ഓരോ യൂസറിൽ നിന്നും നമ്മൾ കളക്ട് ചെയ്യുന്ന റിക്വയർമെന്റ്സ് ഉണ്ട്. അത് നമ്മൾ റെപ്രസെന്റ് ചെയ്യാനായിട്ട് പല മോഡ്സ് എടുക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് പല ആസ്പെക്റ്റിലൂടെ കാണാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ അതിന്റെ പല വ്യൂ പോയിന്റ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതാണ് ഇവിടെ നമ്മൾ പറയുന്നത്, റിക്വയർമെന്റ്സിനെ നമ്മൾ ഡിഫറെന്റ് മോഡ്സിൽ റെപ്രസെന്റ് ചെയ്യുന്നു. അതാണ് എലമെന്റ്സ് ഓഫ് ദ റിക്വയർമെന്റ് മോഡലിനകത്ത് വരുന്ന ഒരു മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറഞ്ഞു ഡിഫറെന്റ് മോഡ്സിൽ നമ്മൾ ഈ റിക്വയർമെന്റ്സിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ആ റിക്വയർമെന്റ്സിന്റെ ഡിഫറെന്റ് വ്യൂ പോയിന്റ് ആണ് നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഈ ഓരോ റിക്വയർമെന്റ് മോഡലിനകത്തും ഡിഫറെന്റ് മോഡ്സ് റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ അതിനകത്ത് എലമെന്റ്സ് ഏതൊക്കെയാന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം. ഇനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് റിക്വയർമെന്റ്സ് മോഡലിനകത്ത് നമ്മൾ പല വ്യൂ പോയിന്റിൽ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള എലമെന്റ്സുകളെയാണ്. അതിനകത്ത് ഫസ്റ്റ് വണ്ണാണ് സിനാരിയോ ബേസ്ഡ് എലമെന്റ്സ് എന്ന് പറയുന്നത്. ദ സിസ്റ്റം ഈസ് ഡിസ്ക്രൈബ്ഡ് ഫ്രം ദ യൂസേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ യൂസിങ് എ സിനാരിയോ ബേസ്ഡ് അപ്രോച്ച്. അപ്പൊ ഇതാണ് ഒരു ബേസിക് ആയിട്ടുള്ള എലമെന്റ് എന്ന് പറയുന്നത്. അതായത് യൂസറിൽ നിന്നും കളക്ട് ചെയ്യുന്ന റിക്വയർമെന്റിനെ കറസ്പോണ്ടിങ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു എലമെന്റ് ആണ് സിനാരിയോ ബേസ്ഡ് എലമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് നമ്മൾ മെയിൻ ആയിട്ടും യൂസ് കേസ് ഡയഗ്രാം ആണ് യൂസ് ചെയ്യുന്നത്. ഓരോ എലമെന്റിനകത്തും യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഓരോ എലമെന്റിനെയും ഓരോ റിക്വയർമെന്റിനകത്ത് എലമെന്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഡയഗ്രാം കൂടി നിങ്ങൾ ഓർത്തിരിക്കുക. ഇപ്പൊ സിനാരിയോ ബേസ്ഡ് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? യൂസർ തന്നെ തയ്യാറാക്കുന്ന റിക്വയർമെന്റ്സുകളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ആണ്. അങ്ങനെയുള്ള ഡീറ്റെയിൽസിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡയഗ്രാം ആണ് യൂസ് കേസ് ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ ആ കാര്യം ഓർത്ത് വെക്കുക. ഇനി ഇതിനകത്ത് പറയുന്ന ഓരോ ഡയഗ്രാംസും നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിനകത്ത് പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾക്ക് അസൈൻമെന്റ് തന്നിരിക്കുന്ന ടോപ്പിക് ഉണ്ടല്ലോ UML എന്ന് പറഞ്ഞിട്ട്, അതിനകത്ത് ഓരോ ഡയഗ്രാംസും വരുന്നുണ്ട്. അത് നിങ്ങൾ ക്ലാസ്സിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇപ്പം ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക ഓരോ എലമെന്റ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് മോഡൽ അല്ല ഏത് ഡയഗ്രാം ആണ് യൂസ് ചെയ്യുന്നുള്ള കാര്യം. ഇനി അടുത്തതാണ് ക്ലാസ് ബേസ്ഡ് എലമെന്റ്സ് എന്ന് പറയുന്നത്. റിക്വയർമെന്റ് മോഡലിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ടാമത്തെ റിക്വയർമെന്റ് എലമെന്റ് ആണ് ക്ലാസ് ബേസ്ഡ് എലമെന്റ് എന്ന് പറയുന്നത്. Each usage scenario implies a set of objects that are manipulated as an actor interacts with the system. These objects are categorized into classes, a collection of things that have similar attributes and common behaviors. അതായത് നമ്മൾ ഓരോ യൂസ് കേസിനകത്ത് അല്ലെങ്കിൽ സിനാരിയോ ബേസ്ഡ് ആയിട്ടുള്ള ഓരോ ഡയഗ്രത്തിനകത്ത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോഴും ഒരു ആക്ടർ അതായത് യൂസർ കുറേയധികം ഒബ്ജക്ട്സുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. അതായത് ഈ റിക്വയർമെന്റ്സുകൾക്കൊക്കെ ഓരോരോ ഗോൾ ഉണ്ടല്ലോ, അപ്പൊ അതിനെ നമ്മൾ ഓരോ ഒബ്ജക്റ്റീവ് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് പറഞ്ഞാൽ ക്ലാസ് ഒബ്ജക്റ്റ് എന്നുള്ളൊരു കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെയും വരുന്നത്. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒബ്ജക്റ്റുകളെ ക്ലാസ്സുകളായിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നു. അപ്പൊ ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സിമിലാരിറ്റി ഉള്ള ഒബ്ജക്റ്റുകളെ ആയിരിക്കും നമ്മൾ ഒരു ക്ലാസ് ആക്കുന്നത്. സിമിലർ ഒബ്ജക്റ്റുകളുടെ കളക്ഷനെയാണ് നമ്മൾ ഒരു ക്ലാസ് ആക്കുന്നത്. അവയ്ക്കെല്ലാം ഒരു കോമൺ ബിഹേവിയറും ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള എലമെന്റ്സുകളെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ലാസ് ബേസ്ഡ് ആയിട്ടുള്ള ഡയഗ്രാം അല്ലെങ്കിൽ ക്ലാസ് ഡയഗ്രാം ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ക്ലാസ് ബേസ്ഡ് എലമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിക്വയർമെന്റ് മോഡലിനകത്ത് അല്ലെങ്കിൽ യൂസ് കേസ് ഡയഗ്രത്തിനകത്ത് നമ്മൾ
ഒരു ആക്ടർ അല്ലെങ്കിൽ യൂസർ ഇന്ററാക്ട് ചെയ്യുന്ന കുറേയധികം ഒബ്ജക്ട്സുകളെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. ആ ഒബ്ജക്ട്സുകളെ നമ്മൾ അവയുടെ സിമിലാരിറ്റിയും കോമൺ ബിഹേവിയറിന്റെയും ബേസിൽ പല പല ക്ലാസ്സുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അവയെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ UML-നകത്തെ ക്ലാസ് ഡയഗ്രാം കൂടി യൂസ് ചെയ്യുന്നു. അടുത്താണ് ബിഹേവിയറൽ എലമെന്റ്സ് എന്ന് പറയുന്നത്. The behavior of a computer-based system can have a profound effect on the design that is chosen and the implementation approach that is applied. Therefore, the requirement model must provide modeling elements that depict behavior. അതായത് നമ്മൾ സിസ്റ്റവുമായിട്ട് ഇന്ററാക്ട് ചെയ്താണ് ഈ റിക്വയർമെന്റ് മോഡൽസും ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ സിസ്റ്റം എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ സിസ്റ്റത്തിന്റെ ഒരു സ്റ്റേറ്റ് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ബിഹേവിയർ എലമെന്റ്സ് യൂസ് ചെയ്യുന്നത്. ഓരോ റിക്വയർമെന്റ്സും നമ്മൾ സിസ്റ്റത്തിന് കൊടുക്കുന്നതിനനുസരിച്ച് ആ സിസ്റ്റം എങ്ങനെയാണ് അതിന്റെ ഒരു സ്റ്റാറ്റസ് കാണിക്കുന്നതെന്നാണ് നമ്മൾ ഈ ബിഹേവിയറൽ എലമെന്റ്സിനകത്ത് കാണിക്കുന്നത്. അപ്പൊ ബിഹേവിയറൽ എലമെന്റ്സിനകത്ത് യൂസ് ചെയ്യുന്ന ഒരു ഡയഗ്രമാണ് സ്റ്റേറ്റ് ഡയഗ്രാം എന്ന് പറയുന്നത്. The state diagram is one method for representing the behavior of a system by depicting its states and the events that cause the system to change state. A state is any externally observable mode of behavior. In addition, the state diagram indicates actions taken as a consequence of a particular event. നമ്മൾ പറഞ്ഞു ബിഹേവിയറൽ എലമെന്റ്സിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡയഗ്രമാണ് സ്റ്റേറ്റ് ഡയഗ്രാം. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള സിസ്റ്റത്തിന്റെ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ സ്റ്റേറ്റ് ഡയഗ്രാം യൂസ് ചെയ്യുന്നത്. അതായത് റിക്വയർമെന്റ് കൊടുക്കുന്നതിനനുസരിച്ച് നടക്കുന്ന ഓരോ ഇവന്റിന്റെയും ബേസിൽ സിസ്റ്റത്തിന് ഉണ്ടാകുന്ന ചേഞ്ച് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ സ്റ്റേറ്റ് ഡയഗ്രാം യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തതാണ് ഫ്ലോ ഓറിയന്റഡ് എലമെന്റ്സ് എന്ന് പറയുന്നത് അടുത്ത എലമെന്റ് ആണ്. ഇൻഫർമേഷൻ ഈസ് transformed as it flows through a computer-based system. The system accepts input in a variety of forms, applies functions to transform it, and produces output in a variety of forms. അതായത് ഈ ഫ്ലോ ഓറിയന്റഡ് എലമെന്റ്സിനകത്ത് നമ്മൾ പറഞ്ഞ കമ്പ്യൂട്ടറിന് നമ്മൾ റിക്വയർമെന്റ്സ് കൊടുക്കുന്നതിനനുസരിച്ചാണ് അവിടെ ഒരു ഇവന്റ് നടക്കുന്നുള്ള കാര്യം. അപ്പൊ നമ്മളൊരു ഇൻപുട്ട് കൊടുക്കുന്നു, അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ഔട്ട്പുട്ട് തരുന്നു. അപ്പൊ ആ ഒരു ഫ്ലോയെ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഫ്ലോ ഓറിയന്റഡ് എലമെന്റ്സിനകത്ത് യൂസ് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ഡയഗ്രമാണ് ഫ്ലോ മോഡൽ ഡയഗ്രാം എന്ന് പറയുന്നത്. ഇനി ഇവിടെ എന്ന് പറഞ്ഞാലോ ഇൻപുട്ട് എന്ന് പറയുന്നത് പല രീതിയിലുള്ളതാകാം, പല ഫോമിലുള്ളതാകാം. ചിലപ്പോൾ ഒരു സിഗ്നൽ ആകാം, ചിലപ്പോൾ നമ്മൾ കീബോർഡ് ടൈപ്പ് ചെയ്യുന്ന എന്തെങ്കിലും ആകാം, ചിലപ്പോൾ ഒരു ഫയൽ ആകാം. അങ്ങനെ പല രീതിയിലുള്ള അല്ലെങ്കിൽ പല ഫോമിലുള്ള ഡേറ്റ ആകാം ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? അതുപോലെ തന്നെ പല ടൈപ്പിലുള്ള ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇതിനുള്ളിൽ പലയധികം അല്ലെങ്കിൽ ഒരുപാട് കമ്പ്യൂട്ടേഷൻസും കാര്യങ്ങളും ഓപ്പറേഷൻസും ആക്ഷൻസും ഇവന്റും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പം ഈ കൊടുക്കുന്ന ഇൻപുട്ടിനെ കമ്പ്യൂട്ടറിനകത്ത് പല ഓപ്പറേഷൻസും കാര്യങ്ങളും എല്ലാം നടത്തി ട്രാൻസ്ഫോം ചെയ്താണ് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് തരുന്നത്. ആ ഒരു ഫ്ലോയെ കാണിക്കാൻ വേണ്ടി, ഈ വെറൈറ്റി ഓഫ് ഫ്ലോയെ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഫ്ലോ ഓറിയന്റഡ് എലമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഫ്ലോ മോഡൽ. ഫ്ലോ മോഡൽ ക്രിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇത്രയാണ് മെയിൻ ആയിട്ട് വരുന്ന എലമെന്റ്സുകളും അവയ്ക്കകത്ത് ഓരോന്നിനെയും ആ എലമെന്റ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡയഗ്രാംസും. അപ്പൊ മെയിൻ ആയിട്ടും ബിൽഡിംഗ് ദ റിക്വയർമെന്റ് മോഡലിനകത്ത് ഫസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള എലമെന്റ്സ് ഓഫ് ദ റിക്വയർമെന്റ് മോഡലിനകത്ത് ഏതൊക്കെയാണ് എലമെന്റ്സ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അവയെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡയഗ്രാംസ് എന്നുള്ള കാര്യവും ഓർത്തു വെക്കുക. ഇനി അതിനകത്ത് വരുന്ന അടുത്ത രണ്ടാമത്തെ സബ് ടോപ്പിക് ആണ് അനാലിസിസ് പാറ്റേൺ എന്ന് പറയുന്നത്. Anyone who has done requirements engineering on more than a few software projects begins to notice that certain problems reoccur across all projects within a specific application domain. These analysis patterns suggest solutions, example class, function, behavior within the application domain that can be reused when modeling many applications. First, analysis patterns speed up the development of abstract analysis models that capture the main requirements of the concrete problem by providing reusable analysis models with examples as well as
a description of advantages and limitations. Second, analysis patterns facilitate the transformation of the analysis model into a design model by suggesting design patterns and reliable solutions for common problems. ഈ അനാലിസിസ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. റിക്വയർമെന്റ് എഞ്ചിനീയറിംഗിനകത്ത് റിക്വയർമെന്റ് മോഡൽ ചെയ്യുമ്പോൾ അവിടെ ഒത്തിരി എക്സ്പേർട്ട് ആയിട്ടുള്ള ആളല്ല ചെയ്യുന്നെങ്കിൽ ഒരുപാട് പ്രോബ്ലംസ് അല്ലെങ്കിൽ എറേഴ്സ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ പാറ്റേൺ എന്താന്നുള്ള കാര്യം നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു, ഫസ്റ്റ് മോഡ്യൂളിനകത്ത് പഠിച്ചായിരുന്നു പാറ്റേൺ എന്താന്നുള്ള കാര്യം. എന്താ പാറ്റേൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിനകത്ത് ഉണ്ടാകുന്ന എറേഴ്സ് അല്ലെങ്കിൽ പ്രോബ്ലംസ് ആണ് പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പൊ ആ പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൊല്യൂഷനും കൂടെ ആ പാറ്റേണിനകത്ത് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെയാണ് ഈ അനാലിസിസ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ റിക്വയർമെന്റ് എഞ്ചിനീയറിംഗിനകത്ത് റിക്വയർമെന്റ് മോഡൽ യൂസ് ചെയ്ത് ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന എറേഴ്സ് എന്തൊക്കെ ഉണ്ടാകാം, അതിനെ എങ്ങനെ സോൾവ് ചെയ്യാം, അതിനെയാണ് അനാലിസിസ് പാറ്റേൺ എന്ന് പറയുന്നത്. ഓരോ പ്രോബ്ലംസ് ഉണ്ടാകുന്നതിനുള്ള ഒരു സജസ്റ്റീവ് ആയിട്ടുള്ള സൊല്യൂഷൻ ആണ് ഈ അനാലിസിസ് പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പൊ അനാലിസിസ് പാറ്റേണിന്റെ ബേസിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്തു വരുമ്പോൾ ഓരോരോ പ്രോബ്ലം ഒക്കർ ചെയ്യുമ്പോൾ ഇതിനെ റെഫർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇന്ന സൊല്യൂഷൻസ് ഇന്ന കാര്യത്തിന് വേണ്ടി യൂസ് ചെയ്യാം, അങ്ങനെയുള്ള ഒരു ബെനിഫിറ്റ് അല്ലെങ്കിൽ ഒരു ഗൈഡ് ലൈൻസ് നമുക്ക് ഈ അനാലിസിസ് പാറ്റേണിൽ നിന്നും കിട്ടും. അപ്പൊ അതാണ് അനാലിസിസ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ. ഒരു പ്രോബ്ലം ഉണ്ടാകുന്നതിനുള്ള സൊല്യൂഷൻ ആണ് അനാലിസിസ് പാറ്റേൺ എന്ന് പറയുന്നത്. പുതിയതായിട്ട് വരുന്ന പ്രോബ്ലംസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പുതിയ പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്യണം. അതെങ്ങനെ സോൾവ് ചെയ്യാന്നുള്ള കാര്യം നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ടും ബിൽഡിംഗ് ദ റിക്വയർമെന്റ് മോഡലിനകത്ത് വരുന്ന കാര്യങ്ങൾ.